പുതിയ കാർ മേടിക്കാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ പുതിയ കാർ മേടിച്ചിട്ടുള്ള ആളാണോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോ. കാരണം നിങ്ങൾ കാർ മേടിക്കുമ്പോൾ കൊടുത്തുള്ള ടാക്സ് നിങ്ങൾക്ക് തന്നെ റീഫണ്ട് ആയിട്ട് കിട്ടും. എങ്ങനെയാണെന്നല്ലേ, അതായത് നിങ്ങൾ 10 ലക്ഷത്തിന് മുകളിലുള്ള കാറാണ് വാങ്ങുന്നതെങ്കിൽ അതിന് TCS, അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അത് ഒരു 1% അടയ്ക്കണം. അപ്പോൾ നിങ്ങൾ ഒരു 20 ലാഖിൻ്റെയോ ഒരു 30 ലാഖിൻ്റെയോ ആണ് മേടിക്കണമെങ്കിൽ ഒരു 30,000 ആണ്. ഇപ്പോൾ 30 ലാഖിനാണെങ്കിൽ ഒരു 30,000 ആണ് നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കുന്നത്. ഇതൊരു അഡ്വാൻസ് ടാക്സ് പോലെയാണ്. അപ്പം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടും. ഇനി നിങ്ങളൊരു NRI ആണെങ്കിൽ, അതായത് ഇവിടെ നിങ്ങൾക്ക് ടാക്സ് ഇല്ല, മീൻസ് ഇവിടുത്തെ ഒരു ഇൻകം ഇല്ല, നിങ്ങൾക്ക് പുറത്തുനിന്നാണ് ഇൻകം എങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ആ ഒരു എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ITR ഫയൽ, അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് റിട്ടേൺ കിട്ടുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു ടാക്സ് ഇപ്പോൾ TDS ആയാലും TCS ആയാലും എല്ലാം നമുക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അപ്പോൾ അത് മറക്കാതിരിക്കുക. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് DM ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.